Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, The Black Ball by Ralph Ellison, FUGP AC English, Advanced English Language Skill for Humanities and Other BA Program, Second Semester, Calcutta University. Ralph Ellison was an American writer, literary critic, and scholar. He is best known for his novel Invisible Man, published in 1952. റാഫ് എലിസൺ ഒരു അമേരിക്കൻ എഴുത്തുകാരനാണ്, ലിറ്റററി ക്രിട്ടിക്കാണ്, സ്കോളറാണ്. അദ്ദേഹം അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നോവലായിട്ടുള്ള ഇൻവിസിബിൾ മാൻ 1952 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സമ്മറി ഓഫ് ദ ബ്ലാക്ക് ബോൾ. The Black Ball is a collection of 4 short stories published in 1996 as a part of Flying Home and Other Stories. The Black Ball എന്ന് പറയുന്നത് 4 ഷോർട്ട് സ്റ്റോറീസിൻ്റെ ഒരു കളക്ഷനാണ്. ആ ഒരു കളക്ഷൻ്റെ പേരാണ് ഫ്ലൈയിങ് ഹോം ആൻഡ് അതർ സ്റ്റോറീസ് എന്ന് പറയുന്നത്. 1996 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് ഓൺ ദ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആൻഡ് സ്ട്രഗിൾസ് ഫേസ്ഡ് ബൈ African Americans in America during the Jim Crow era. അപ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. അതുപോലെ ആഫ്രിക്കൻ അമേരിക്കൻസ് അമേരിക്കയിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ള സ്ട്രഗിൾസ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ആ സമയത്തൊക്കെ ആയിരുന്നു റേഷ്യൽ ഡിസ്ക്രിമിനേഷനൊക്കെ ഉണ്ടായിരുന്നത്. Through a series of events in the lives of a caretaker and his son, the story powerfully illustrates how racial prejudices shape the daily experiences of black individuals in America. അപ്പോൾ ഓരോ സീരീസ് ഓഫ് ഇവൻസിലൂടെ ആണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അതായത് ഒരു കെയർടേക്കറും അയാളുടെ മകൻ്റെയും ജീവിതത്തിലുള്ള ഒരു വൺ ഡേ ലൈഫാണ്. ഒരുപാട് സംഭവങ്ങളിലൂടെ ഉള്ളൊരു ജീവിതമാണ് അതിൽ പറയുന്നത്. സമൂഹത്തിൽ അന്ന് റേഷ്യൽ പ്രജുഡൈസസ്, നിറത്തിൻ്റെ പേരിലുള്ള മുൻവിധികളൊക്കെ അന്നുണ്ടായിരുന്നു. അതായത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതായത് വർണ്ണ വിവേചനം അവിടെ നിലനിന്നിരുന്നു. അതവരുടെ ലൈഫിൽ ഡെയിലി എക്സ്പീരിയൻസസിലൂടെ ഇതിൽ ചിത്രീകരിക്കുന്നുണ്ട്. അതുപോലെ അമേരിക്കയിലെ ബ്ലാക്ക് ഇൻഡിവിജ്വൽസ് ഡെയിലി അവരെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമായിരുന്നു ഈ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. The title, The Black Ball, holds both literal and metaphorical significance, symbolizing rejection and social exclusion faced by black people. അപ്പോൾ ഇതിലെ ടൈറ്റിൽ ദ ബ്ലാക്ക് ബോൾ എന്നാണ്. അത് ലിറ്ററൽ ആൻഡ് മെറ്റഫോറിക്കൽ സിഗ്നിഫിക്കൻസ് പ്രസക്തി ഉണ്ട് ഈ ഒരു ടൈറ്റിലിന്. ഇത് സിംബലൈസ് ചെയ്യുന്നത് റിജക്ഷനെയാണ്, ഒഴിവാക്കലിനെ, അതുപോലെ ഒരു സോഷ്യൽ എക്സ്ക്ലൂഷന്, അതായത് സമൂഹത്തിൽ നിന്നൊരു പുറത്താക്കപ്പെട്ടവർ എന്നുള്ളൊരു സിമ്പൽ ഈ ബ്ലാക്ക് ബോളിനുണ്ട്. അതായത് ബ്ലാക്ക് പീപ്പിൾ, അമേരിക്കയിലുള്ള ഒരു ബ്ലാക്ക് പീപ്പിൾ ഒരുപാട് എക്സ്ക്ലൂഷൻ, സോഷ്യൽ എക്സ്ക്ലൂഷൻ, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടതായിട്ടുള്ള അവസരങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. It highlights the resilience and beauty of single parenting as the caretaker strives to shield his son from the harsh realities of a racially divided world. അപ്പോൾ ഈ ഒരു റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്തിൽ നിന്ന് തൻ്റെ മകനെ ഒരു മൂടുപടത്താൽ മൂടിയിരിക്കുകയാണ് അച്ഛൻ ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ പാരൻറ്റിങ്ങിൻ്റെ എല്ലാ രീതിയിലുള്ള ബ്യൂട്ടി നമുക്കിതിൽ കാണാൻ കഴിയും. ഇറ്റ് ഈസ് സെറ്റ് ഓവർ ദ കോഴ്സ് ഓഫ് എ സിംഗിൾ ഡേ ഇൻ ദ ലൈഫ് ഓഫ് എ ബ്ലാക്ക് സിംഗിൾ ഫാദർ നെയ്മഡ് ജോൺ. അപ്പോൾ ജോണാണ് ഇതിലെ ഫാദർ, പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. സിംഗിൾ പാരൻറ്റിംഗ് ആണ്. അവരുടെ ജീവിതത്തിലുള്ള ഒരു ഡേ ആണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ജോൺ ഈസ് എ ജാനിറ്റർ ഹു വർക്ക്സ് അറ്റ് എ ബൊട്ടീക്ക് ഹോട്ടൽ സംവെയർ ഇൻ ദ സൗത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സൗത്ത് വെസ്റ്റേൺ പാർട്ടിൽ ഒരു ബൊട്ടീക്ക് ഹോട്ടലിൽ ഒരു ജാനിറ്ററായിട്ട്, അതൊരു ക്ലീനർ ആയിട്ട് ഉള്ള ഒരു ഹൗസ് കീപ്പിംഗ് ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണ് ജോൺ ഉള്ളത്. ജോൺ ബിഗിൻ ഹിസ് ഡേ ബൈ ക്ലീനിങ് ദ ലോബി ഓഫ് ദ ഹോട്ടൽ ഹി വർക്ക്സ് അറ്റ്. അപ്പോൾ ജോണ് തൻ്റെ ആ ഒരു ഡേ ബിഗിൻ ചെയ്യുന്നത് തന്നെ ലോബി ക്ലീൻ ചെയ്തുകൊണ്ടാണ്. ദെൻ ജോൺ ഗോസ് ബാക്ക് ഹോം ആൻഡ് മേക്സ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ഹിസ് സൺ ഹു ആസ്ക്സ് ജോൺ ഇഫ് ദേ ആർ ബ്ലാക്ക്. അങ്ങനെ ആ ഒരു ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു, തൻ്റെ മകന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു സിംഗിൾ പാരൻറ്റിംഗ് ആണ്.
ഇവിടെ ജോൺ ചെയ്യുന്നത്. ആ സമയത്ത് മകൻ ജോണിനോട് ചോദിക്കണം, നമ്മളൊക്കെ ബ്ലാക്ക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ജോൺ ആസ്ക് ഹിസ് സൺ വൈ ഹി വാണ്ട്സ് ടു നോ. അപ്പോൾ ജോൺ അവനോട് ചോദിക്കുന്നുണ്ട്, എന്താ അപ്പം നീ ഇങ്ങനെ ചോദിക്കാൻ കാരണം. ദ ബോയ് ടെൽസ് ഹിസ് ഫാദർ ദാറ്റ് ദ ഹോട്ടൽ ഗാർഡനേഴ്സ് സൺ ജാക്കി ഈസ് മേക്കിംഗ് ഫൺ ഓഫ് ഹിം. അപ്പോൾ ബോയ് പറഞ്ഞു, ഹോട്ടൽ ഗാർഡനറിൻ്റെ മകൻ ജാക്കി എന്നെ കളിയാക്കുന്നുണ്ട്, ഞാൻ ബ്ലാക്ക് ആണെന്ന് പറഞ്ഞിട്ട്. Finally, John responding to the boy and tells him that he is technically brown, but at his core is American, which he says is the most important thing a person can be. അങ്ങനെ ജോൺ അതിനെ റെസ്പോണ്ട് ചെയ്യാണ്, തൻ്റെ മകനോട് പറയാണ്, നീ ടെക്നിക്കലി ബ്രൗൺ ആണ്, നീ ബ്ലാക്ക് അല്ല, ടെക്നിക്കലി നീ എന്താണ് ബ്രൗൺ ആണ്, പക്ഷേ അതൊന്നല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അതായത് നീ ഒരു അമേരിക്കനാണ്, അതാണ് എല്ലാത്തിനേക്കാളും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു പേഴ്സൺ വേണ്ടത് ആണ് നിനക്കുള്ളത്, നീ ഒരു അമേരിക്കനാണെന്ന് പറയുന്നുണ്ട്. ജോൺ റിട്ടേൺസ് ടു വർക്ക് ആഫ്റ്റർ സ്പെൻഡിങ് ടൈം വിത്ത് ഹിസ് സൺ. അങ്ങനെ മകനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം വർക്കിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. വൈൽ പോളിഷിംഗ് ഡോർ ഹാൻഡിൽസ് എ സ്ട്രേഞ്ച് വൈറ്റ് മാൻ അപ്രോച്ചസ് ജോൺ, ഹൂ ഈസ് ഇനിഷ്യലി ഷുവർ വാട്ട് ദ മാൻ വാണ്ട്സ്. അങ്ങനെ ഡോർ ഹാൻഡിൽസ് പോളിഷ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള വൈറ്റ് മാൻ ജോണിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ആദ്യം ജോൺ വിചാരിച്ചത് അവൻ്റെ ആ ഒരു ജോലിയിൽ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്, വൈറ്റ് മാൻ അല്ലേ, അപ്പോൾ ഈ ഒരു ഹൗസ് കീപ്പിംഗ്, ഈ ഒരു ക്ലീനിങ് ജോലിയൊക്കെ ചെയ്യുന്നതിൽ കളിയാക്കിക്കൊണ്ട് അപ്രോച്ച് ചെയ്തതായിരിക്കും. എന്തിനാണ് തുടക്കത്തിൽ അയാൾ തന്നെ അപ്രോച്ച് ചെയ്തത്, എന്നാണ് അയാൾക്ക് വേണ്ടതെന്ന് ജോണിന് പിടികിട്ടില്ല. ദ മെൻ വർക്ക്സ് വിത്ത് എ ലോക്കൽ യൂണിയൻ ആൻഡ് ഹോപ്സ് ടു സ്റ്റാർട്ട് എ യൂണിയൻ അറ്റ് ദ ഹോട്ടൽ. ജോൺ വർക്ക്സ് അറ്റ് സോ ദാറ്റ് ദേ കുഡ് ഏൺ മോർ മണി ആൻഡ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്. അപ്പോൾ ഈ മാൻ വർക്ക് ചെയ്യുന്നത് ഒരു ലോക്കൽ യൂണിയനിലാണ്. അപ്പോൾ അയാൾ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് മാൻ ആണ്, വെള്ളക്കാരനാണ്. അപ്പോൾ അയാൾ വന്നിട്ടുള്ളത് അവരുടെ ഹോട്ടലിലെ കുറച്ച് വർക്കേഴ്സിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യൂണിയൻ സ്റ്റാർട്ട് ചെയ്യാനാണ്. അതിലൂടെ അവർക്ക് മോർ മണി അവർക്ക് കിട്ടും, അവർക്ക് ഏൺ ചെയ്യാൻ കഴിയും, അതുപോലെ ഒരു ബെറ്റർ വർക്കിംഗ് കണ്ടീഷനൊക്കെ അവർക്ക് ഏൺ ചെയ്യാൻ കഴിയും. John initially rejected the man's offer because he thinks that unions are only for white people. അങ്ങനെ ജോൺ തുടക്കത്തിൽ ആ ഒരു ഓഫർ റിജക്റ്റ് ചെയ്തു, കാരണം ഒരു വെള്ളക്കാരനാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്, യൂണിയനൊക്കെ വെള്ളക്കാർക്കുള്ളതായിരിക്കും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. The man in turn shows him scars on his body that he gained by fighting for unions for his black friends. ആ ഒരു സമയത്താണ് ആ വൈറ്റ് മാൻ തിരിഞ്ഞിട്ട് തൻ്റെ ബോഡിയിലുള്ള സ്കാർസ്, മുറിവുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ തൻ്റെ ബ്ലാക്ക് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് ഉണ്ടായിട്ടുള്ള മുറിപ്പാടുകളാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. The man leaves, but not before inviting John to an upcoming union meeting. അങ്ങനെ അയാൾ പോകുന്നതിന് മുമ്പ് തൻ്റെ ആ ഒരു യൂണിയൻ മീറ്റിങ്ങിൽ ഒരു ഇൻവിറ്റേഷൻ കാർഡൊക്കെ കൊടുത്തിട്ടാണ് അയാൾ പോകുന്നത്. ജോൺ ദെൻ ഗോസ് ഓൺ ഹിസ് ലഞ്ച് ബ്രേക്ക്. അങ്ങനെ ജോൺ ലഞ്ച് ബ്രേക്കിന് തൻ്റെ മകൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഓൺ ഹിസ് ലഞ്ച് ബ്രേക്ക് ഹി ഈറ്റ്സ് വിത്ത് ഹിസ് സൺ. മകൻ്റെ കൂടെയാണ് ലഞ്ച് കഴിച്ചത്. ദേ പ്ലേ ടുഗദർ ബ്രീഫ്ലി ബട്ട് ജോൺ ടേക്സ് എ നാപ്പ് ആൻഡ് ഹിസ് സൺ ഡിസൈഡ് ടു ഗോ ഔട്ട്സൈഡ് ആൻഡ് പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ ഇൻ ദ നെയ്ബർഹുഡ്. അങ്ങനെ മകനുമായിട്ട് കുറച്ച് നേരം കളിച്ചു. അതിനുശേഷം ജോൺ ഒന്ന് മയങ്ങിപ്പോയി. ആ സമയത്ത് മകൻ ബാക്കിയുള്ള കുട്ടികളുമായിട്ട് നെയ്ബർഹുഡിലുള്ള കുട്ടികളുമായിട്ട് പുറത്ത് കളിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. John falls asleep but wakes up to his son crying from the actions of a white boy in the neighborhood who stole the ball of John's son. അങ്ങനെ ജോൺ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് തൻ്റെ മകൻ കരയുന്നത് കേട്ടിട്ടാണ്. ഒരു വൈറ്റ് ബോയ്, നെയ്ബർഹുഡിലുള്ള ഒരു വൈറ്റ് ബോയ് ജോണിൻ്റെ മകൻ്റെ ബോൾ മോഷ്ടിച്ചു. That ball, as it turns out, was knocked against John's boss's window and ruined one of his plans. ആ ഒരു ബോള് ചെന്ന് അടിച്ചത് ജോണിൻ്റെ ബോസിൻ്റെ വിൻഡോയിലാണ്. ബോസിൻ്റെ കുറച്ച് ഒരു പ്ലാന്റൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ബോസ് അനൗൺസസ് ദാറ്റ് ഈസ് അലൗഡ് ടു പ്ലേ ഓൺ ദ ഫ്രണ്ട് ലോൺ. അങ്ങനെ ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, നിൻ്റെ മകൻ ഇനി ഒരിക്കലും ഈ ഫ്രണ്ട് ലോണിൽ ഈ ഒരു മുമ്പിലത്തെ ഈ ഒരു പുൽത്തകിടിയിൽ കളിക്കരുത് എന്ന് വാൺ ചെയ്യുന്നുണ്ട്. ഇഫ് ജോൺസൺ കണ്ടിന്യൂസ് ടു പ്ലേ വിത്ത് ദ ബോൾ ആൻഡ് ഓൺ ദ ലോൺ, ജോൺസ് ബോസ് വാൺസ് ഹി വിൽ ബി ബിഹൈൻഡ് ദ ബ്ലാക്ക് ബോൾ ഓർ ഔട്ട് ഓഫ് എ ജോബ്.
ജോണിൻ്റെ മകൻ ഇനിയും അവിടെ കളിക്കുകയാണെങ്കിൽ ജോണിൻ്റെ ബോസ് വാൺ ചെയ്യാണ്, എന്താണ്, നിൻ്റെ ജോലി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നീ ഉണ്ടാവില്ല, ഹി വിൽ ബി ബിഹൈൻഡ് ദ ബ്ലാക്ക് ബോൾ എന്നാണ് പറയുന്നത്. John leads his son back to their quarters, but on the way he bumps into an evergreen tree and scratches his hand. അങ്ങനെ ജോൺ മകനെയുമായിട്ട് ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അവർ പോകുന്ന വഴിയിൽ ഒരു എവർഗ്രീൻ ട്രീൻ്റെ മുള്ള് കൊണ്ടിട്ട് അവൻ്റെ കയ്യിലൊന്ന് സ്ക്രാച്ച് വീണിട്ടുണ്ടായിരുന്നു, മുറിവ് പറ്റി. ഇൻസൈഡ് ഹി ബാൻഡേജസ് ഹിംസെൽഫ് അപ്പ് ദ ഇൻ ബാത്റൂം. അങ്ങനെ അത് ഉള്ളിലിരുന്ന് മുറിവ് ബാൻഡേജ് ചെയ്യായിരുന്നു. ആൻഡ് ജോൺ കംസ് ഔട്ട് ഓഫ് ദ ബാത്റൂം. ഹിസ് സൺ ആസ്ക്സ് ഹിം വാട്ട് ദ ബോസ് മെൻ ബൈ ബ്ലാക്ക് ബോൾ. അങ്ങനെ ജോൺ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന സമയത്ത് മകൻ ചോദിക്കുകയാണ്, അച്ഛ എന്താണ് ആ ബോസ് അർത്ഥമാക്കിയത്, ഒരു ബ്ലാക്ക് ബോൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കിയത്, അതായത് ഇവരുടെ കളർ ബ്ലാക്കാണ്, അതാണ് ബോസ് അർത്ഥമാക്കിയത്. ജോൺ എക്സ്പ്ലെയിൻ ദാറ്റ് ഹി വിൽ എൻഡ് അപ്പ് ബിഹൈൻഡ് ദ ഓൾഡ് ബ്ലാക്ക് ബോൾ ഇഫ് ഹിസ് സൺസ് ബോൾ എൻഡ് അപ്പ് ഇൻ ദ ബോസ് ഓഫീസ്. ബട്ട് ദ ബോയ് കമൻസ് ദാറ്റ് ഈസ് ബോൾ ഈസ് വൈറ്റ്. ജോൺ അഗ്രീഡ്. അങ്ങനെ ജോൺ എക്സ്പ്ലെയിൻ ചെയ്തത് ഈ ബോസ് എൻഡപ്പ് ചെയ്യും ആ ഒരു ബിഹൈൻഡ് ദ ഓൾഡ് ബ്ലാക്ക് ബോൾ, അതായത് ഈ ഒരു സണ്ണിൻ്റെ ബോൾ ബോസിൻ്റെ ഓഫീസിലേക്കാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനി തുടരുകയാണെങ്കിൽ എല്ലാം എൻഡപ്പ് ചെയ്യും എന്നാണ് ബോസ് പറയുന്നത്. ആ സമയത്ത് ബോയ് കമൻറ്റ് ചെയ്യാണ്, ആ ഒരു ബോൾ എന്ന് പറയുന്നത് വൈറ്റാണ്, ബ്ലാക്ക് അല്ല എന്ന് പറയാണ്. ജോൺ അത് എഗ്രി ചെയ്യാണ്. ജോൺ ഒന്ന് മകനെ നോക്കിയിട്ട് എഗ്രി ചെയ്യാണ്. ജോൺ ഡ്രാഗ്സ് എ horse outside his cut hands to water the lawn and he remembers the union organizers' fried hands. അങ്ങനെ ജോണ് വീണ്ടും ആ ഒരു മുറിഞ്ഞ കൈയുമായിട്ട് ഹോസ് വലിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അവിടേക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പുൽത്തകിട് നനയ്ക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് ആ ഒരു യൂണിയൻ ഓർഗനൈസറുടെ ആ ഒരു ഫ്രൈഡ് ഹാൻഡ്സ് ഓർമ്മ വന്നത്, ആ ഒരു കത്തിക്കരിഞ്ഞ ഹാൻഡ്സ് ഓർമ്മ വന്നത്. He makes sure the union meeting invitation is still in his pocket. Then he thinks maybe there was a color other than white on the old ball. അപ്പോൾ ജോൺ ഉറപ്പ് വരുത്തുകയാണ്, തൻ്റെ പോക്കറ്റിൽ ആ ഒരു യൂണിയൻ മീറ്റിങ്ങിൻ്റെ ഇൻവിറ്റേഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി. ദെൻ ജോൺ ചിന്തിക്കുകയാണ്, ചിലപ്പോൾ ആ ഒരു ബോളിൻ്റെ കളറ് വേറെ ഏതെങ്കിലും ആയിരിക്കാം, വൈറ്റില്ലാതെ വേറെ ഏതെങ്കിലും ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും ബോസ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്.